വാക്കുകളുടെ ഉള്ളറകൾ 2. ഭാഷയുടെ ആകാശക്കാഴ്ചകൾ. ഭൂമിയിൽ നിന്ന് മേലോട്ടു നോക്കിയാൽ നോക്കെത്തുന്ന ഉയരത്തിൽ കുടുവൻ മേൽക്കൂര പോലെ കാണുന്ന അനന്തമായ ദേശവിസ്തൃതി എന്നാണ് ആകാശത്തിന് മലയാളം ലെക്സിക്കോണിൽ നൽകുന്ന നിർവചനം. മേഘങ്ങളുടെ സഞ്ചാരവഴിയാണത്. ഗ്രഹനക്ഷത്രപഥവും ആകാശം തന്നെ. വാനം, മാനം, വിണ്ണ് എന്നൊക്കെയുള്ള വാക്കുകൾ പച്ചമലയാളം. ആകാശമെന്നത് സംസ്കൃതവാക്കാണ്. പഞ്ചഭൂതങ്ങളിൽ 5ാമത്തേതാണ് ആകാശം. വലിയ ആപത്ത് നേരിടുന്നതിനെ ആകാശമിടിഞ്ഞു വീഴുക എന്ന് ശൈലിയായി നാം പറയാറുണ്ടല്ലോ. നടക്കാത്ത കാര്യത്തിന് ആകാശകുസുമമെന്നു പറയും. ഇല്ലാത്ത ഒന്നാണത്. കാനൽ ജലത്തിൽ കുളികഴിഞ്ഞ് ആകാശകുസുമവും ചൂടി മുയൽക്കൊമ്പുകൊണ്ടുള്ള വില്ലും ധരിച്ച് വന്ധ്യപുത്രനിതാ പോകുന്നോ എന്ന് തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. ആകാശക്കപ്പലെന്ന് കേട്ടിട്ടില്ലേ? അത് ഉള്ളതാണ്. ഒരു തരം വിമാനം. ബലൂൺ കൊണ്ടുള്ള യാനപാത്രമാണത്. ആകാശക്കോടാലി എന്ന് കേട്ട് പേടിക്കേണ്ട. ഇടിത്തീയുടെ മറ്റൊരു പേര് ശല്യക്കാരൻ എന്നൊരർത്ഥവുമുണ്ട്. നമുക്കിടയിൽ അത്തരത്തിനുള്ളവരെ കണ്ടിട്ടില്ലേ? ചിരിയും ചിന്തയും എന്ന കൃതിയിൽ പത്രാധിപന്മാരുടെ സമീപത്തേക്ക് പോകുന്ന ആകാശക്കോടാലികളെപ്പറ്റി പറയുന്നുണ്ട്. മനോരാജ്യം കാണുന്നതിനെ ആകാശക്കോട്ട കെട്ടുക എന്നു പറയും. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണത്. ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തിലൂടെയും ഒരു ഗംഗ ഒഴുകുന്നുണ്ട്. അതാണ് ആകാശഗംഗ. സ്വഗംഗ എന്നും വിളിക്കും. ഭഗവതി, ആകാശഗംഗേ, ജലങ്ങളെ കൊണ്ടുവരിക എന്ന് ദൂതവാക്യത്തിൽ പറയുന്നു. ഭഗീരഥൻ ആകാശഗംഗയെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നു എന്നാണല്ലോ പുരാണം. ആകാശത്ത് തന്നെയാണ് ക്ഷീരപഥമുള്ളത്. ആകാശചാരികളാണ് ഗന്ധർവന്മാരും യക്ഷന്മാരും. അടുക്കളയിലെ പുകയറയ്ക്ക് ആകാശചൂർണമെന്ന് പറയാറുണ്ട്. ഗംഗയുടെ തീരത്ത് വാരാണസിയിലുള്ള ഒരു പുണ്യതീർത്ഥത്തിന് ആകാശതീർത്ഥമെന്നു പറയാറുണ്ട്. ആകാശഭാഷിതമെന്ന് കേട്ടിട്ടുണ്ടോ? ആകാശത്തേക്ക് നോക്കി സംസാരിക്കലാണ് ആകാശഭാഷിതം. രംഗത്തില്ലാത്ത കഥാപാത്രത്തിന്റെ സംഭാഷണം കേട്ടതായി നടിച്ചുകൊണ്ട് നടൻ ചെയ്യുന്ന സംഭാഷണമാണിത്. അശരീരി വാക്ക് എന്നും അർത്ഥമുണ്ട്. പണ്ട് ആകാശമണ്ണെന്ന് പറഞ്ഞിരുന്നത് എന്തിനെയെന്നോ? ശിശുവിന്റെ തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും വിയർപ്പും കലർന്ന കറുത്ത സാധനത്തിനെയാണ് അങ്ങനെ വിളിച്ചിരുന്നത്. ചെറിയ ചുവന്ന പൂക്കളുള്ള ഒരു വള്ളിച്ചെടിക്ക് ആകാശമുല്ല എന്നു പേരുണ്ട്. ചെടി വളരുന്നത് ആകാശത്തിലല്ല, ഭൂമിയിൽ തന്നെയാണ്. ആകാശത്തെ വെച്ചൊരു ന്യായവും കൊളുത്തിയിട്ടുണ്ട് ഇന്ത്യക്കാർ. ആകാശമുഷ്ടി ഹനന ന്യായം എന്നാണത്. ആകാശത്തിൽ കൈചുരുട്ടി ഇടിക്കും പോലെ എന്നാണർത്ഥം. നിഷ്ഫലമായ, ബുദ്ധിശൂന്യമായ പ്രവൃത്തിക്കു പറയുന്നതാണ്. ആധുനിക കാലത്ത് യുദ്ധം നടക്കുമ്പോൾ ആകാശത്താണെങ്കിൽ നാം ആകാശയുദ്ധമെന്ന് വിളിക്കും. യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധമാണത്. എന്നാൽ പ്രാചീന കാലത്തെ ആകാശയുദ്ധമുണ്ടായിരുന്നു. കോട്ടയുടെ മുകളിലോ മറ്റുയർന്ന ദിക്കിലോ നിന്നു ചെയ്യുന്ന യുദ്ധത്തെയാണ് അങ്ങനെ വിളിച്ചിരുന്നത്. ആകാശലിംഗം എന്നൊരു ലിംഗമുണ്ട്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ചിദംബരം ക്ഷേത്രത്തിലെ ശിവലിംഗം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പഞ്ചലിംഗങ്ങളിൽ ഒന്ന്. മൂടിലാത്താളിക്ക് ആകാശവല്ലി എന്നു പറയും. വള്ളിവഴുതനയ്ക്കും പേര് ആകാശവഴുതന. ആകാശമാണമെന്നാൽ മാനത്തേക്ക് കത്തിച്ചുവിടുന്ന ഒരു കരിമരുന്ന്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ശബ്ദമെന്നാണ് ആകാശവാണിക്ക് പണ്ടർത്ഥം. ഇപ്പോൾ ആകാശവാണിയെന്നു പറഞ്ഞാൽ ഒരേയൊരർത്ഥമേ ഉള്ളൂ. അതാണ് ചില സ്ഥാപനങ്ങൾ പേരെടുത്തുപോയാൽ വരുന്ന അർത്ഥസ്ഥിരത.